1981 മെയ് 13 ചരിത്രത്തെയും ലോകമനസാക്ഷിയെയും പിടിച്ചുലച്ചുകൊണ്ട് വത്തിക്കാനിലെ സെന്റ് പീറ്റേഴ്സ് ചത്തുരത്തിൽ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പയ്ക്ക് നേരെ വധശ്രമം നടന്ന ദിവസം. ആ ദിനത്തിൻ്റെ 45-ാം വർഷത്തിൽ പക്ഷേ ലോകം ഓർമ്മിക്കുന്നത് അക്രമി വിതയ്ക്കാൻ ശ്രമിച്ച വെറുപ്പോ അക്രമത്തിൻ്റെ ഭീകരതയോ ഒന്നുമല്ല, മറിച്ച് ക്രിസ്തീയ ക്ഷമയുടെ സുവിശേഷമാണ്. ഒപ്പം ഭീകരതയുടെ ഓർമ്മയായി അവശേഷിക്കാമായിരുന്ന ആ ദിവസത്തെ ക്ഷമയുടെയും അചഞ്ചലമായ വിശ്വാസത്തിൻ്റെയും ഉദാത്ത സാക്ഷ്യമാക്കി മാറ്റിയ വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പയെയും. ശീതയുദ്ധം അതിൻ്റെ ഉച്ചസ്ഥിതിയിൽ നിൽക്കുന്ന കാലത്താണ് ഈ അനിഷ്ട സംഭവം അരങ്ങേറുന്നത്. പോളണ്ടിലെ സ്വതന്ത്ര ട്രേഡ് യൂണിയനായ സോളിഡാരിറ്റിയുടെ വളർച്ചയും കിഴക്കൻ യൂറോപ്പിലെ രാഷ്ട്രീയ മാറ്റങ്ങളും ലോകത്തെ ആശങ്കയിലാഴ്ത്തിയിരുന്ന സമയം. 1981 മെയ് 13 ബുധനാഴ്ച ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ പതിവ് പൊതുദർശനത്തിനിടെ മുഹമ്മദ് അലി അഖ്ജ എന്ന യുവാവ് മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തു. ഗുരുതരമായി പരിക്കേറ്റ അദ്ദേഹത്തെ ഉടൻ തന്നെ റോമിലെ ജെമല്ലി ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ലോകം ശ്വാസമടക്കിപ്പിടിച്ച നിമിഷങ്ങൾ. വലിയ തോതിൽ രക്തം നഷ്ടപ്പെട്ടിട്ടും പാപ്പ ജീവിതത്തിലേക്ക് തിരിച്ചു വന്നു. എന്നാൽ വധശ്രമത്തെ അതിജീവിച്ച മാർപ്പാപ്പ സ്വീകരിച്ച നിലപാട് ക്രിസ്തീയ ക്ഷമയുടെ ഉത്തമ ഉദാഹരണമായി ഈ ഭീകര സംഭവത്തെ മാറ്റുന്ന കാഴ്ചയ്ക്കാണ് പിന്നീട് ലോകം സാക്ഷ്യം വഹിച്ചത്. വെടിയേറ്റതിൻ്റെ 4-ാം ദിവസം ആശുപത്രി കിടക്കയിൽ നിന്ന് വിശ്വാസികളെ അഭിസംബോധന ചെയ്തപ്പോൾ പാപ്പ ലോകത്തിന് നൽകിയത് ക്ഷമയുടെ സന്ദേശമായിരുന്നു. തന്നെ വധിക്കാൻ ശ്രമിച്ച അലി അഖ്ജയോട് പൂർണ്ണമായും ക്ഷമിച്ചുവെന്ന് പാപ്പ പ്രഖ്യാപിച്ചു. 1983 പാപ്പ ജയിലിലെത്തി അക്രമിയെ സന്ദർശിച്ചത് ചരിത്രത്തിലെ ഏറ്റവും വലിയ സ്നേഹസാക്ഷ്യങ്ങളിൽ ഒന്നായി മാറി. ഇതിനെ തുടർന്ന് അലി അഖ്ജ ജയിലിൽ വച്ച് ക്രൈസ്തവ വിശ്വാസം സ്വീകരിക്കുകയും ജയിൽ മോചിതനായ ശേഷം 2014 വത്തിക്കാനിലെത്തി ജോൺ പോൾ രണ്ടാമൻ പാപ്പയുടെ മൃതകുടീരത്തിൽ പൂക്കളർപ്പിക്കുകയും ചെയ്തു. ശത്രുവിനെ പോലും സഹോദരനായി കാണാൻ പഠിപ്പിക്കുന്ന ക്രിസ്തീയ സ്നേഹത്തിന് മാതൃകയായി വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ പാപ്പ ലോകത്തിന് നൽകിയ ഈ ക്ഷമയുടെ സുവിശേഷം ഇന്നും നിലകൊള്ളുന്നു.